ഹായ്, ഞാൻ കവിരാജ് അമ്പലപ്പുഴ. എൻ്റെ കഴിഞ്ഞ എപ്പിസോഡോടുകൂടി വിയറ്റ്നാമുമായിട്ടുള്ള എൻ്റെ കംപ്ലീറ്റ് വിവരണം തീർന്നിട്ടുണ്ട്. ഇന്ന് കംബോഡിയയിലേക്ക് പ്രവേശിക്കുകയാണ്. കംബോഡിയയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. വിയറ്റ്നാം കംബോഡിയ രണ്ടും കൂടെ ഒറ്റ യാത്രയായിരുന്നു. ആദ്യം ഞങ്ങൾ വിയറ്റ്നാം കംപ്ലീറ്റ് ചെയ്തു. വിയറ്റ്നാമിൻ്റെ ഡിപ്പാർച്ചർ എമിഗ്രേഷനിൽ വന്ന് ഞങ്ങൾ നിൽക്കുകയാണ്. ഇവിടുന്ന് ഞങ്ങൾ എല്ലാ സാധനങ്ങളുമായിട്ട് ഡിപ്പാർച്ചർ ഹാജിൽ കൂടെ ഇറങ്ങി പാസ് ചെയ്ത് അപ്പുറത്ത് കംബോഡിയയിൽ പ്രവേശിക്കണം. ഈ ബിൽഡിങ്ങും അവരുടെ ഇമിഗ്രേഷൻ, അതായത് വിയറ്റ്നാമിൻ്റെ എക്സിറ്റും കംബോഡിയയുടെ ഇന്നും കയറുന്നതിന് വേണ്ടിയുള്ള അതിർത്തികൾ തമ്മിൽ ഏകദേശം 50-100 മീറ്ററിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞങ്ങളെല്ലാം സാധനങ്ങളൊക്കെ തയ്യാറാക്കി എല്ലാം ഡൗൺലോഡ് ചെയ്ത് ഈ എമിഗ്രേഷൻ കൗണ്ടർ വഴി, ഈ ബിൽഡിംഗ് വഴി ഞങ്ങൾക്ക് അപ്പുറത്തെ ഭാഗത്തേക്ക് ഇറങ്ങണം. ഇതാണ് ഗ്രൂപ്പായിട്ട് വരുന്നവർക്ക് എക്സിറ്റ് ആകാനുള്ള സ്ഥലമാണ്. ഇവിടെ അധികം പ്രൊസീജിയറൊന്നും ഇല്ല. പക്ഷേ കംബോഡിയയിലാണെങ്കിൽ അവിടെ പാസ്പോർട്ടിൽ വിസ അടിക്കണം. അതിനുവേണ്ടി അവിടെ വെയിറ്റ് ചെയ്യണം. അത് മാത്രമല്ല, ഞങ്ങൾ വന്ന ബസ്സിനകത്തല്ലായിരിക്കും ഡ്രൈവറും ഗൈഡും ഒന്നും അതായിരിക്കത്തില്ല. കംബോഡിയയിൽ ചെല്ലുമ്പോഴത്തേക്ക് പുതിയ ബസ്സായി, പുതിയ ഗൈഡായി, പുതിയ അറ്റ്മോസ്ഫിയറായി. ഞങ്ങൾ എക്സിറ്റ്, അതായത് വിയറ്റ്നാമിൽ നിന്നുള്ള എക്സിറ്റ് കഴിഞ്ഞ് കംബോഡിയയിലേക്കുള്ള വിസ പാസ്പോർട്ടിൽ അടിക്കുന്നതിനുള്ള സ്റ്റാമ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാലതാമസമാണ്. ഞങ്ങൾ ആ അതിർത്തിയിൽ വെയിറ്റ് ചെയ്യാണ്. വിസ കിട്ടിയതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് യാത്ര തുടരാൻ പറ്റുകയുള്ളൂ. ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ് ഇവിടെ. അവിടെ രണ്ടുപേര് ഇന്ന് ഏതോ കുശലപ്രശ്നം ചെയ്യുന്നു. നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം കാര്യം എന്താണ്. അവരോട് അല്പം സംസാരിച്ച് നോക്കിയാലോ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിങ്ങൾ വിയറ്റ്നാമിലായിരുന്നു. വിയറ്റ്നാമിൽ നിന്ന് തിരിച്ച് നിങ്ങൾ കംബോഡിയയിലേക്ക് പ്രവേശിക്കുന്നു. വിയറ്റ്നാമിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താ? എന്തായാലും വിയറ്റ്നാം വളരെ നല്ല ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ സംസാരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും അനന്തപത്മനാഭൻ സാറാണ്. വിയറ്റ്നാമിൻ്റെ വളർച്ച വളരെ 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 വലിയ ഒരു വളർച്ച വിയറ്റ്നാമിനുണ്ടായിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ പോയ സ്ഥലങ്ങളിലെല്ലാം അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് ഭയങ്കരമായിട്ട് പ്രത്യേകിച്ച് റോഡ്. താങ്കളിലേക്ക് ഞാൻ വീണ്ടും വരാം. ഇന്നെന്താ താങ്കളുടെ അഭിപ്രായം എന്താ വിയറ്റ്നാമിനെ കുറിച്ച്? വളരെ നന്നായിരിക്കുന്നു. നമ്മൾ ഹനോയ്, അതുപോലെ മറ്റെന്താ ഡെനാങ്ങിലെ ഹിൽ സ്റ്റേഷൻ, ഹനോയിലെ നോക്കുന്നുണ്ടെങ്കിൽ മാറ്റിക്കോളും. അത് വളരെ കാണേണ്ടതാണ്. വളരെ നല്ല അഭിപ്രായം. കാണേണ്ട സ്ഥലങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മൾ പോയ സ്ഥലങ്ങൾ ഹനോയ്, ഡെനാങ് ആൻഡ് ഹോച്ചിമിൻ സിറ്റി എന്ന് പറയുന്ന ഹോച്ചിമിൻ സിറ്റി, ഇതെല്ലാം ഭയങ്കരമായിട്ട് ഡെവലപ്ഡ് ആയിട്ടുള്ളതാണ്. ഹോച്ചിമിൻ സിറ്റി ഏറ്റവും കൂടുതൽ ജനവാസമുള്ള ഒരു സിറ്റിയാണ് വിയറ്റ്നാമിൽ തന്നെ. ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് കേരളക്കാരെ സംബന്ധിച്ചോളം ചിന്തിക്കാൻ പറ്റാത്ത ഡെവലപ്മെൻറ്റാണ് ഉള്ളത്. വിയറ്റ്നാം ഒരു ദരിദ്ര രാഷ്ട്രമല്ല, പ്രത്യേകിച്ച് ഡെവലപ്ഡ് കൺട്രി എന്ന് വേണം നമുക്ക്. അവിടുത്തെ കറൻസിയെ കുറിച്ച്, ഇന്ത്യൻ കറൻസി ആ രാജ്യമായിട്ടുള്ള ബന്ധം? തീർച്ചയായിട്ടും ഇന്ത്യൻ കറൻസി എന്ന് പറയുന്നത് വിയറ്റ്നാമിലെ കറൻസിയും ഇന്ത്യൻ കറൻസിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു 97 പൈസയാണ്. 3.33 പൈസയ്ക്ക് തുല്യമാണ് ഈ വിയറ്റ്നാമിലെ 1 രൂപ എന്ന് പറയുന്നത്. 1 രൂപ വിയറ്റ്നാമിലെ ഒരു ഡാങ് എന്ന് പറയുന്നത് നമ്മുടെ 3 പൈസയ്ക്ക് തുല്യമാണ്. നമ്മൾ ഇന്ത്യൻ രൂപയായിട്ട് വിയറ്റ്നാമിൽ ചെന്നാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇന്ത്യൻ രൂപ പല സ്ഥലങ്ങളിലും വിയറ്റ്നാമുകാർ സ്വീകരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ചെറുകിട കച്ചവടക്കാർ, വഴിയോര കച്ചവടക്കാരെല്ലാം ഇന്ത്യൻ രൂപയാണ്. താങ്കളുടെ വിസിറ്റിംഗിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും $US വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? $US വേണ്ട എന്ന് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പല കച്ചവടക്കാരും, വഴിയോര കച്ചവടക്കാർക്ക് $US വേണ്ട, പകരം ഇന്ത്യൻ രൂപ മതി എന്ന് പറഞ്ഞ് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ വന്ന ഒരുപാട് പേര്, ധാരാളം സാധനങ്ങൾ ഇന്ത്യൻ രൂപ കൊടുത്ത് വാങ്ങിയിട്ടുണ്ട്. താങ്ക് യു. ഇത്രയും അവതരണം തന്നതിന് വളരെ ഡോളറിനേക്കാൾ പലരും നമ്മൾ ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യൻ രൂപ അക്സെപ്റ്റബിൾ ആണ് എന്നാണ് കാണിക്കുന്നത്. ശ്രീലങ്കയിൽ ഡിഫറൻ്റ് ആയിട്ട് പണ്ട്, നേപ്പാളില്, ഇന്തോനേഷ്യയിലെ ബാലിയിൽ ഇതേപോലെയാണ് നമ്മൾ ഇന്ത്യൻ മണി കൊടുക്കുക. അതുപോലെ തായ്ലൻഡിലെ ചില സ്ഥലങ്ങളിലെ ഇന്ത്യൻ മണി ഒരു നല്ല കാര്യമാണ്. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നു എന്ന് ഇന്ത്യക്കാർ പറയുന്നെങ്കിലും ആ മൂല്യത്തിന് ഒരു ഇടിവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ വിദേശ യാത്ര നടത്തുന്നത്. നമ്മളെ അതിൽ നിന്ന് വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കാതെ
ഞങ്ങൾ കൂട്ടം കൂടി ഇന്ന് പലരും ആ വിഷയം തന്നെയാണ് ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ടൈം കുറച്ച് പാസ് ചെയ്താൽ മതിയാവും. വിസ അടിച്ച് കിട്ടണം, അത് ഒരു ഗ്രൂപ്പ് ഇത്രയും പേരുടെ ഗ്രൂപ്പായിട്ടുള്ളവർക്ക് വിസ അടിച്ച് കിട്ടണം. അത് കാരണം സ്വല്പം സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനിടയിലാണ് ഒരു കോഫി ഷോപ്പ് കണ്ടത്. അവിടേക്ക് ഞങ്ങൾ ചെറുതായിട്ട് പോയി. അവിടെ ചായയും മറ്റ് ചെറിയ രീതിയിലുള്ള സ്നാക്സൊക്കെ കിട്ടുമായിരുന്നു. കുറേ അധികം ടൈം ഇവിടെ നിൽക്കേണ്ടി വരുന്നത് ഒരു 1.5 മണിക്കൂറോളമായി ഇപ്പോൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് തന്നെ. ചെറിയ മഴയുണ്ട്, പക്ഷേ ആർക്കും ഒരു മുഷിച്ചിട്ടില്ല, എല്ലാം എൻജോയ് ചെയ്യുകയാണ്. മാത്രമല്ല ഇവിടുന്ന് റിലീസായി കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 മണിക്കൂറോളം വീണ്ടും ഒരു ഡ്രൈവിംഗ് ഉണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ. അതിന് മുൻപായിട്ട് തന്നെ നമുക്ക് മലയാളി ഹോട്ടലില്ല, ഒരു ഹോട്ടലിൽ നമുക്ക് വേണ്ട ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് മലയാളി ഫുഡ് കിട്ടും, കേരള സ്റ്റൈലിലുള്ള ഫുഡ് കിട്ടുമെന്നാണ് നമ്മുടെ ഗൈഡ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ഈ കിടക്കുന്ന വാഹനങ്ങളെല്ലാം ഇതുപോലെ യാത്രക്കാരെ കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം വിസ അടിച്ച് കിട്ടാൻ വേണ്ടി, പാസ്പോർട്ട് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മുടെ ബസ്സിൽ കയറി നമ്മുടെ പുതിയ ബസ്സുമായി, പുതിയ ഗൈഡുമായി. ഈ രാജ്യത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കറങ്ങി വന്ന, അതായത് നമ്മൾ കഴിഞ്ഞ് വിസിറ്റ് ചെയ്ത് വന്ന വിയറ്റ്നാമും കംബോഡിയയായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. സാമ്പത്തികപരമായിട്ടും മറ്റ് എല്ലാ രീതിയിലും ഒരുപാട് വ്യത്യാസമുണ്ട്. അത്രത്തോളം ഉയർത്തെഴുന്നേൽക്കാൻ യുദ്ധത്തിന് ശേഷം വിയറ്റ്നാമും കംബോഡിയയും കൂടെ ആയിരുന്നു യുദ്ധം നേരിട്ടതെല്ലാം. ആദ്യം ഫ്രാൻസുമായിട്ട് നേരിടേണ്ടി വന്ന്, അതിനുശേഷം US-ആയിട്ട് നേരിടേണ്ടി വന്ന്. എങ്കിലും വിയറ്റ്നാം ഉയർന്നത്തെ വേഗത്തിൽ ഇവർക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഹോട്ടലിൽ ഞങ്ങളുടെ വൈകുന്നേരത്തെ ആഹാരം, കംബോഡിയയിൽ വന്നതിന് ശേഷം വൈകുന്നേരത്തെ ആഹാരം കിട്ടിയത് ഞങ്ങൾക്കൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. അവിടുത്തെ ആഹാരം വളരെ നല്ലതായിരുന്നു. കാരണം നാട്ടിൽ നിന്ന് വിട്ടിട്ട് ശേഷം ചില അപൂർവമായി കിട്ടുന്ന നാട്ടിലെ അച്ചാർ, മാങ്ങ അച്ചാർ, സാമ്പാർ, പരിപ്പ് കറി, പപ്പടം, എല്ലാവരും വളരെ തൃപ്തികരമായ രീതിയിൽ ആഹാരം കഴിക്കാൻ പറ്റിയത്. രാവിലെ തന്നെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലം കാണാൻ വേണ്ടി പോയി. ചരിത്രപ്രധാനം എന്ന് പറഞ്ഞാൽ ലോക ചരിത്രത്തിൽ കംബോഡിയയുടെ കമ്പൂച്ചി എന്നാണ് ആ കാലത്ത് അറിയപ്പെട്ടിരുന്നത്. കംബോഡിയയുടെ ചരിത്രങ്ങൾ കറുത്ത മഷികൾ കൊണ്ട് മാത്രം എഴുതി ചേർക്കപ്പെട്ട ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. 1976-നും 79-നും ഇടയിൽ ഡെമോക്രാറ്റിക് കമ്പൂച്ചിയുടെ പ്രധാനമന്ത്രിയായി കംബോഡിയ ഭരിച്ചിരുന്നത് ഒരു കംബോഡിയൻ വിപ്ലവകാരിയും സ്വച്ഛാധിപതിയും രാഷ്ട്രീയക്കാരനുമായിരുന്ന പോൾ പോട്ട് എന്ന ആളായിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് വിശ്വാസത്തിൽ 100% 100% കമ്മ്യൂണിസ്റ്റ് വിശ്വാസത്തിൽ ബേസ് ചെയ്ത് ആ രാജ്യം ഭരിച്ചിരുന്നു. കമ്മ്യൂണിസത്തിനെതിരായിട്ട് ആരെങ്കിലും ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഒതുക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു പോളിസി. അതുപ്രകാരം ഏതാണ്ട് 4 വർഷം മാത്രമേ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണമൊക്കെ ഈ കംബോഡിയയിൽ. 1975 മുതൽ 79 വരെ പോൾ പോട്ടിൻ്റെ നേതൃത്വത്തിൽ സാമൂഹിക കാർഷിക പരിപാടികൾ പലതും നടപ്പാക്കുന്നതിനിടയിൽ സർക്കാർ നിർബന്ധിത തൊഴിൽ, പട്ടിണി, രോഗം, പീഡനം അല്ലെങ്കിൽ വധശിക്ഷ എന്നിവയിൽ നിന്നും 10 ലക്ഷത്തിലധികം ആളുകൾ മരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കണ്ട കുറേ ഏരിയകളൊക്കെ ഇവർ നടിച്ചെടുത്തു. പിന്നെ അത് മാത്രമല്ല, അവർ വന്നതിന് ശേഷമാണ് ഇവനെ സ്ഥാനഭ്രഷ്ടനാക്കി. പോൾപോട്ടിനെ വെടിയേക്ക് അവൻ അവസാനം പോൾപോട്ട് ഭയങ്കര ദാരുണമായി അന്തിയായിരുന്നു കേട്ടോ. പോൾപോട്ടിൻ്റെ കഥയും ഭയങ്കരമാണ്. നമ്മളീ കാണുന്ന സാധനം ഉണ്ടല്ലോ, നമ്മൾ ഹോളോകോസ്റ്റ് മ്യൂസിയമൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. ഹോളോകോസ്റ്റ് മ്യൂസിയമൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. ലോകത്തിൽ കാണേണ്ട കുറേ ഹോളോകോസ്റ്റ് മ്യൂസിയങ്ങളുണ്ട്. അത് മ്യൂണിക്കിലുണ്ട്, ഡക്കാവ് എന്ന് പറയും, ജർമ്മൻ കോൺസെൻട്രേഷൻ ക്യാമ്പ്. ആ ജർമ്മൻ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അവിടുത്തെ ഗ്യാസ് ചേമ്പറിൽ ഇപ്പോഴും മനുഷ്യഗന്ധമുണ്ട്. ഇപ്പോഴും ചെല്ലുമ്പോൾ വി ക്യാൻ സ്മെൽ ഇപ്പോഴും മനുഷ്യഗന്ധമുണ്ടെന്ന്. അപ്പം എന്തോരം ആളെ കൊന്നിട്ടുണ്ടാവും. 18 ലക്ഷം 16 ലക്ഷം കൊണ്ട് യൂതന്മാരെ കൊന്നാണ്. പിന്നെ ഞാൻ കണ്ടിരിക്കുന്നത് എനിക്ക് ഉള്ളത് നമ്മുടെ ഓഷ്വിച്ച്, ഹോളണ്ടിൽ ഓഷ്വിച്ച്. പിന്നെ ഹോളണ്ട് ഓഷ്വിച്ചാണ് ഡക്കാവിനേക്കാളും ജർമ്മൻ കോൺസെൻട്രേഷനുകൾ. പിന്നുള്ളത് ഇപ്പോൾ റീസെൻ്റ് ഞങ്ങൾ കണ്ടത് അർമേനിയൻ ഹോളോകോസ്റ്റ്, അർമേനിയൻ ഇത് അത് കണ്ടതും ഹൃദയഭേദകവും. അപ്പോൾ ഞാൻ അന്നുണ്ടായ സംഭവത്തിൻ്റെ പല പിക്ചറുകളും പല സാധനങ്ങളും ഇങ്ങനെയുള്ള ഹോളോകോസ്റ്റ് മ്യൂസിയങ്ങളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളീ പറഞ്ഞ ആ ക്രൂരതയുടെ, ആ ഭീകരതയുടെ ചിത്രങ്ങളും അതിനെ ഉൾപ്പെടുന്ന വീഡിയോസും അവരുടെ റെപ്രസെൻറ്റേഷൻസും ഒക്കെയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. മറ്റേ UN നേതൃത്വത്തിൽ ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തിയപ്പോഴാണ് ഈ എല്ലാ കില്ലിംഗ് ഫീൽഡും നോക്കി 20,000 കില്ലിംഗ് ഫീൽഡ് കണ്ടത്. 20,000-ൽ അപ്പോൾ അതിൽ അവസാനം ഒരു എക്സാക്റ്റ് എടുത്തത് 15 ലക്ഷം വരെയുള്ള
ആളുകളെ മുഴുവനും അത് പകുതിയോളം മരിച്ചിരിക്കുന്ന പട്ടിണി കിടന്നതാണ്. അത് കൊന്ന് കൂട്ടത്തോടെ വന്നപ്പോൾ അറിയോ ബുള്ളറ്റ് ചെയ്യാൻ വെടിക്കണം പറ്റാണ്ടപ്പോൾ വലിയ കുഴി ഒഴിച്ചിട്ട് അവരെ കൊണ്ട് കുഴി ഒഴിപ്പിക്കും. ആ കുഴിയിൽ തന്നെ ഇട്ട് ജീവനോടടക്കം മൂടായിരുന്നു. കാരണം മാസ് കില്ലിങ്സ് എന്ന് പറയില്ലേ, അതുപോലത്തെ വലിയ വിധത്തിലുള്ള ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ഫാമിലി അതന്നെ അവർ പെട്ടെന്ന് കിടന്നു. സെയിം ഇതൊക്കെ ഈ ഹോളോകോസ്റ്റുകൾക്ക് ലോകത്തുള്ള എല്ലാ ഹോളോകോസ്റ്റുകൾക്കും ഒരു സമാനതയുണ്ട്. ഇപ്പൊ അർമേനിയയിൽ തന്നെയാണ്. അർമേനിയയിൽ ഭക്ഷണം കൊടുക്കാണ്ടിരുന്നു. എന്നിട്ട് ഇവർ പറയുന്നത് ബാ നിങ്ങൾക്ക് ഭക്ഷണം തരാമെന്ന് കൊണ്ടു. അപ്പൊ കുടുംബം എല്ലാവരും പറയുന്നത് അവിടെ ഫുഡ് കൊടുക്കുന്നവരും എന്താവും, ഈ ആളുകൾ മുഴുവനും അങ്ങോട്ടേക്ക് പാലായനം ചെയ്യും. ആ പാലായനം ചെയ്യുന്ന ഒരു മരുഭൂമിയുടെ നടുക്കായിരിക്കും. ആ കൊണ്ടുപോയിട്ട് അവരെ കൊണ്ട് അവിടെ കുഴിച്ച് അതിലിട്ട് മൂടും. അപ്പൊ ഇപ്പൊ ഈ ഭക്ഷണം ഇല്ല ഒന്നില്ലാണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾക്ക് എന്തായി. അപ്പൊ ഇവർക്ക് ബുദ്ധിസ്റ്റം എന്ന് പറയുന്നത് 80% ബുദ്ധിസ്റ്റന്മാരെന്ന് പറയുമ്പോൾ പിന്നെ ബിസിനസ്സുകാരും ശമ്പളന്മാരും ആർക്കും ഇഷ്ടമില്ല. കാരണം ഇന്നും ഇവരുടെ നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെങ്കിലും. തുടർന്നുള്ള ഭാഗങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.